എല്ലാവർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിൻ്റെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് സ്വാഗതം. ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവും എന്ന രീതിയിലാണ്, അല്ലാതെ ഓപ്ഷൻസ് തന്നിട്ട് ഒരു ടെസ്റ്റ് നടത്തുകയല്ല. ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ പോസിറ്റീവായി കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ചോദ്യം വായിക്കുമ്പോൾ അതിൻ്റെ താഴെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതാണോ ഇതാണോ നമ്മൾ കറക്കി കുത്താനിടുന്നുണ്ട്. പക്ഷേ ഓപ്ഷൻ ഇല്ലെങ്കിൽ കറക്റ്റ് ആൻസർ മാത്രമേ നമ്മൾ എഴുതുകയുള്ളൂ. അറിയാമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും, ഇല്ലെങ്കിൽ തെറ്റ്. അപ്പോൾ കറക്റ്റ് മാർക്ക് നമുക്ക് കിട്ടും. കറക്കി കുത്തൊക്കെ ഒഴിവാക്കി കറക്റ്റായിട്ടുള്ള മാർക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. പച്ച ഗ്ലാസ് പേപ്പറിലൂടെ ചുവന്ന പുഷ്പം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? പച്ച ഗ്ലാസ് പേപ്പറിലൂടെ നോക്കുമ്പോൾ ചുവന്ന പുഷ്പം ഏത് നിറത്തിലാണ് കാണപ്പെടുന്നത്? ഉത്തരം കറുപ്പ്. കറുപ്പ് നിറത്തിലാണ് പച്ച ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ ചുവന്ന പുഷ്പം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം എന്നത് ഊഷ്മാവിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട നിയമം ഏതാണ്? ഉത്തരം ചാൾസ് നിയമം. വ്യാപ്തം സ്ഥിരമായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന മർദ്ദം എന്നത് ഊഷ്മാവിന് നേർ അനുപാതത്തിൽ ആയിരിക്കും. ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിയമം ചാൾസ് നിയമമാണ്. മൂന്നാമത്തെ ചോദ്യം, മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം ഏർപ്പെടുത്തിയത് ആരാണ്? ഉത്തരം ജെ ബെർസീലിയസ്. ജെ ബെർസീലിയസ് എന്ന ശാസ്ത്രജ്ഞനാണ് മൂലകങ്ങൾക്ക് പ്രതീക സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ പാറകളിൽ കാണപ്പെടുന്ന മൂലകം ഏത്? ചന്ദ്രനിൽ പാറകളിൽ കാണപ്പെടുന്ന മൂലകം ഏത് എന്നതാണ് അടുത്ത ചോദ്യം. ഉത്തരം ടൈറ്റാനിയം. ടൈറ്റാനിയമാണ് ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന മൂലകം. നെക്സ്റ്റ്, ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം. ലിക്വിഡ് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം അഥവാ ദ്രാവക വെള്ളി എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ഉത്തരം മെർക്കുറി. മെർക്കുറിയാണ് ലിക്വിഡ് സിൽവർ അഥവാ ദ്രാവക വെള്ളി എന്നറിയപ്പെടുന്ന മൂലകം. അടുത്ത ചോദ്യം, ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത്? ഉത്തരം സുക്രോസ്. സുക്രോസ് ആണ് ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന രാസസംയുക്തമാണ് കാൽസ്യം ബൈകാർബണേറ്റ്. കാൽസ്യം ബൈകാർബണേറ്റ് ആണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണമാകുന്ന രാസവസ്തു. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്ന വർഷം ഏത് വർഷമാണ്? ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത്? ഉത്തരം 2002. 2002 ഇന്ത്യയിൽ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്നത്. അടുത്ത ചോദ്യം, സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഏറ്റവും കൂടുതൽ ദൂരം ഇന്ത്യയിലൂടെ ഒഴുകുന്ന നദിയാണ് സത്ലജ്. ഒന്നുകൂടെ പറയാം, സിന്ധുവിൻ്റെ പോഷക നദികളിൽ ഇന്ത്യയിൽ കൂടെ ഏറ്റവും കൂടുതൽ ദൂരം ഒഴുകുന്ന നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് സത്ലജ് നദിയാണ്. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം, കായാന്തരിത ശിലകൾ അപക്ഷയത്തിന് വിധേയമായി രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? മണ്ണിനം അല്ല, മണ്ണിനം ഏത്? ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ചെമ്മണ്ണ്. ചെമ്മണ്ണാണ് കായാന്തരിത ശിലകൾ അപക്ഷയത്തിന് വിധേയമായിട്ട് ഉണ്ടാകുന്ന മണ്ണ്, ചെമ്മണ്ണ്. ഈ ചോദ്യത്തോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും പുതിയ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും കിട്ടി എന്ന ആത്മവിശ്വാസത്തോടു കൂടി വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു. സീ യു സൂൺ.